ഹായ്, വെൽക്കം ടു ഡാറ്റ സയൻസ് ക്ലാസ്സസ് ഇൻ മലയാളം. നമ്മൾ പൈത്തണിൻ്റെ ബേസിക്സ് ഒക്കെ പഠിച്ചു അല്ലേ? പഠിക്കാത്തവർ പോയി പഠിക്കണേ. ബേസിക് ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ്, ഡാറ്റ ടൈപ്സ് ഒക്കെ പഠിച്ചു, ഡാറ്റ ടൈപ്സും ഓപ്പറേറ്റേഴ്സും. അപ്പോൾ സ്ട്രിങ് മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. സ്ട്രിങ് ഓർക്കാൻ താല്പര്യമുള്ളവർ ഒന്നും കൂടെ പോയി ഓർത്തോളൂ. സ്ട്രിങ്ങിൻ്റെ ഇൻഡെക്സിങ്ങും സ്ലൈസിങ്ങും അതുപോലെ ചില ഫങ്ഷൻസും ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇനി അങ്ങോട്ടുള്ള ഡാറ്റ സ്ട്രക്ചേഴ്സിലും ഇതൊക്കെ തന്നെയാണ് പറയാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ അപ്രോച്ച് ഇതാണ്, ഓരോന്നും റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരം ഒരു തവണ വളരെ വൃത്തിയായിട്ട് പഠിക്കുക. പിന്നെ അതിന് എക്സ്റ്റൻഷൻ പോലെ ബാക്കിയുള്ള, അതായത് അതുകൂടാതെ എന്തുണ്ട് ഇനി ഇതിൽ എക്സ്ട്രാ, അങ്ങനെ പഠിക്കുന്നതാണ് എനിക്ക് താല്പര്യം. കാരണം അല്ലെങ്കിൽ ഇപ്പോൾ കുറേ പഠിക്കുന്നതിനേക്കാളും കണക്ട് ചെയ്ത് പഠിക്കുന്നതാണല്ലോ എളുപ്പം. അത്രയുള്ളൂ. അപ്പോൾ പൈത്തൺ ബേസിക്കലി ഡാറ്റ ടൈപ്സ് എല്ലാത്തിലുള്ള പോലെ തന്നെ ന്യൂമറിക് ആയിട്ടുള്ള ഇൻറ്റ്, ഫ്ലോട്ട്, കോംപ്ലക്സ് ഇവയൊക്കെ ഉണ്ട്. പിന്നെ ബൂളിയൻ ഡാറ്റ ടൈപ്പ് ഉണ്ട്. പിന്നെ ഇതപ്പോൾ നമ്മൾ സ്ട്രിങ്ങിൻ്റെ ഒരു വലിയൊരു സാഗരം തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇനി പറയാൻ പോകുന്നതിന് ചിലർ പറയുന്നുണ്ട്, ചിലർ ഇതേ സാധനങ്ങളെ തന്നെ മറ്റ് ഡാറ്റ ടൈപ്പുകളായിട്ടും കണക്കാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചോയ്സാണ്. ഒന്ന് നിങ്ങളുടെ ടീച്ചേഴ്സിനോടോ, ഇത് അക്കാഡമിക്കലി ഇത് റെഫർ ചെയ്യുന്നവർ ടീച്ചേഴ്സ് എന്ത് പറയുന്നു അത് കേൾക്കുക. പക്ഷേ ഇത് എനിക്ക് തോന്നിയത് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്ന സങ്കല്പം വരുന്നത് നമ്മൾ കയ്യിലുള്ള ഒരുപാട് ടൈപ്സ് ഓഫ് ഡാറ്റ, അല്ലെ കുറച്ച് ഇൻറ്റ് ഡാറ്റകളുണ്ട്, കുറച്ച് ഇൻറ്റിജർ നമ്പേഴ്സ് അല്ലെങ്കിൽ കുറച്ച് ഫ്ലോട്ട് നമ്പേഴ്സ്, ഇതൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ടല്ലേ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. രണ്ട് ഇൻഡിവിജ്വലി അല്ല നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്, അല്ലേ? അപ്പോൾ ഈ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഒരാളുടെ പേര് ചോദിക്കുകയാണ്, ഹായ് എന്താ പേര്, അയാൾ പേര് പറയുന്നു, നമ്മുടെ ബ്രെയിനിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. വയസ്സ് എത്രയായി, എഗെയിൻ സ്റ്റോർഡ്. അഡ്രസ്സ്, വീട് എവിടെയാണ്, കോളേജ് ഏതാ പഠിച്ചത്, ഇതൊക്കെ നമ്മൾ ഒരു സ്ഥലത്താണ് സ്റ്റോക്ക് ചെയ്ത് വെക്കുക. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബ്രെയിൻ, ബ്യൂട്ടിഫുൾ ബ്രെയിൻ ചെയ്യുന്ന ഒരു പണിയാണിത്. അപ്പോൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, ആ ഒരു സ്റ്റോറിങ് മെത്തഡോളജി ഉണ്ടല്ലോ, അതൊക്കെയാണ് ഈ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് എല്ലാം ഒരുമിച്ച് നിൽക്കേണ്ടതിനെ ഒരുമിച്ച് കൂട്ടി വയ്ക്കാനുള്ള ഒരുപാട് വഴികളുണ്ട്. അപ്പോൾ അതിന് പൈത്തണിൽ അവൈലബിൾ ആയിട്ടുള്ള ചില ഡാറ്റ സ്ട്രക്ചറുകളെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഫസ്റ്റ് വൺ ഈസ് ടപ്പിൾ. ഈ ടപ്പിളും ലിസ്റ്റും ഒരുമിച്ച് പോട്ടെ, പിന്നെ സെറ്റും ഡിക്ഷണറിയും വേറെ, അങ്ങനെ പഠിക്കാം. ഒന്നുമില്ല, ടപ്പിളും ലിസ്റ്റും റിലേറ്റഡ് ആണ്, അപ്പോൾ പഠിക്കാൻ എളുപ്പമാണ്. ഈ ടപ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക, ബാക്കിൽ സ്ട്രിങ്ങിൻ്റെ തന്നെ കുറേ ഓപ്പറേഷൻസ് ടപ്പിളിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, പഠിക്കാൻ എളുപ്പമാണ്. ടപ്പിളിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ലിസ്റ്റ് കുറച്ചും കൂടി ഇമ്പ്രൂവ്ഡ് ആണ്, അങ്ങനെ പഠിച്ചു വെക്കൂ കേട്ടോ. പിന്നെ സെറ്റ് എന്തിനവിടെ വന്നു എന്ന് എനിക്കിപ്പോഴും അറിയില്ല, നോക്കാം. നമ്മൾ ഭാവിയിൽ എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് ഇല്ലാതെ ഇതൊന്നും കണ്ടുപിടിച്ച് വെക്കത്തില്ല. എന്തായാലും നമുക്ക് അതിൻ്റെ നേച്ചർ പഠിച്ചു വെക്കാം. കാരണം അതൊരു ഒരൊറ്റ കാര്യത്തിൽ ഇതിൽ ഈ 4 എണ്ണത്തിലും വേറിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ് സെറ്റ്. പിന്നെ ഡിക്ഷണറി പേരിൽ നിന്ന് തന്നെ അറിയാമല്ലോ അല്ലേ, ഡിക്ഷണറി നോക്കാത്തവരാരും ഇല്ലയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഡിക്ഷണറി നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ കളക്ഷൻ ഓഫ് വാല്യൂസ് ആൻഡ് വേരിയബിൾസ് ഓഫ് എനി ഡാറ്റ ടൈപ്സ് ആണ് നമ്മൾ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ചുമ്മാ ഒരു ഡെഫിനിഷൻ, ഇതൊന്നും ഡെഫിനിഷൻ അല്ല, എക്സാം പേപ്പറിൽ കണ്ടുവരുത്. പിന്നെ അപ്പോൾ ആദ്യത്തെ ടപ്പിൾ അല്ലേ, കേട്ടിട്ടുണ്ടോ? ഞാൻ സത്യം പറഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ടാണ് പൈത്തൺ പഠിക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ ടപ്പിൾ എന്നുള്ള വാക്കുകളുടെ. പിന്നെ നമ്മൾ കേൾക്കുന്നത് ഡാറ്റ ബേസിലാണ്. ഇപ്പോൾ കമ്പ്യൂട്ടർ പഠിച്ചവർക്ക് അറിയാം, ഡാറ്റ ബേസിൽ നമ്മൾ ടപ്പിൾ എന്ന് കേൾക്കും. അതുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, എന്നാൽ ഉണ്ട് താനും. അപ്പോൾ ടപ്പിൾ എന്ന് പറയുന്നത് വെറുതെ നമ്മുടെ സ്റ്റാർട്ടിങ് ഈ ബ്രാക്കറ്റ് വെച്ചിട്ടാട്ടോ ഇത് മൊത്തം. ബ്രാക്കറ്റിൻ്റെ പ്രത്യേകതയാണ്. ഇതിപ്പോൾ നമ്മൾ പല ബ്രാക്കറ്റില്ലേ, നോർമൽ ബ്രാക്കറ്റ്, ഇത് ഷിഫ്റ്റും 9ഉം കൂടെ പ്രസ് ചെയ്താൽ വരുന്ന ബ്രാക്കറ്റാണ് നോർമൽ ബ്രാക്കറ്റ്. പിന്നെ സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ട്, പിന്നെ കേളി ബ്രാക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കമ്പ്യൂട്ടറിൻ്റെ ആത്മാവ്. ഓക്കെ, അപ്പോൾ സാധാ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കിടക്കുന്നതാണ് ടപ്പിൾ. ഈ സാധാ ബ്രാക്കറ്റ് വെറുതെ ഇട്ടാലും അതൊരു എംപ്റ്റി ടപ്പിളാണ്. പക്ഷേ അതിൽ ഒരു എലമെൻറ്റ് വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, സെക്കൻഡ് വൺ കോമ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോമ ഇമ്പോർട്ടൻ്റ് ആട്ടോ ടപ്പിളിന് ടപ്പിളിന്. അപ്പോൾ 1 കോമ ഇട്ട് കഴിഞ്ഞാൽ അതൊരു സിംഗിൾ എലമെൻറ്റ് ടപ്പിളാണ്. പിന്നെ 1, 2, 3, 4 എന്ന് വെച്ചാൽ ഒരു ഇൻറ്റിജർ സെറ്റ്. ഒരു നമ്മളിപ്പോൾ മാത്സിലിപ്പോൾ സെറ്റും മറ്റുമൊക്കെ പഠിച്ചവർക്ക് അറിയാം, ഒരു ലിസ്റ്റ് കേട്ടോ. ലിസ്റ്റ്, ഇതൊക്കെ ഭയങ്കര സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട വാക്കുകളാണ് പ്രോഗ്രാമിങ്ങിൽ അല്ലേ, കാരണം എല്ലാത്തിനും അർത്ഥമുണ്ട്. അപ്പോൾ എന്തായാലും ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സാണ്. നമ്മളതിൽ ഒരു കൂട്ടം നമ്പറുകളുണ്ട്. അതുപോലെ ആപ്പിൾ, ബനാന, ഓറഞ്ച് പറയുന്ന വേർഡ്സ് ഉണ്ട്. ഇനിയിപ്പോൾ അതല്ല, ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ വേണം, അതും ആവാം.
ഈ നമ്പറുകളുടെയും ഇതിൻ്റെയൊക്കെ, അതായത് ഇപ്പോൾ ഏജ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് വയ്ക്കാം, പേര്, ഏജ്, അഡ്രസ്സ്, ഇതൊക്കെ പല തരം ഡാറ്റ ടൈപ്പുകളെയാണ് നമ്മൾ ഒരിടത്ത് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ നോക്കുന്നത് അല്ലേ. അത് ഇങ്ങനെ ടപ്പിൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ ചെയ്യത്തില്ല, വെക്കാം. പിന്നെ 1, ലാസ്റ്റ് എക്സാമ്പിൾ നോക്കൂ, 2,4,8 എന്ന് പറയുന്ന ഒരു ടപ്പിളിൻ്റെ എലമെൻ്റാണ്. ഇതിങ്ങനെ അകത്തോട്ട് പോവാം അല്ലേ. നിങ്ങൾ ആലോചിച്ച് ടപ്പിളിൻ്റെ എലമെൻറ്റ് അതിൻ്റെ എലമെൻറ്റ് ടപ്പിൾ, ഇങ്ങനെ ചൈൽഡ് വേണമെങ്കിൽ നമുക്ക് പോവാം. പ്രാന്തായി പോവും, ആരും അങ്ങനെയൊന്നും ചെയ്യത്തില്ല. എന്നാലും ചിലർ റിക്വയർമെൻറ്റ്സ് വരാം. അപ്പോൾ ഇറ്റ്സ് പോസിബിൾ വിത്ത് ദ ടപ്പിൾ. പക്ഷേ എന്താ വെച്ചാൽ സിമിലർ ടു സ്ട്രിങ് തന്നെയാണ് ഈ സാധനങ്ങൾ. സ്ട്രിങ്ങിലെ ഓർമ്മയുണ്ടോ, ഹാരി പോട്ടറിൻ്റെ H ഒരു എലമെൻറ്റ്, A ഒരു എലമെൻറ്റ്. ആ H, A ഒക്കെ കടന്നിരുന്നിടത്ത് നിങ്ങൾ ഓരോ 1, 2, 3, 4 ഒക്കെ ഇട്ട് നോക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ സ്ട്രിങ് തന്നെയാണ് കളിക്കുന്നത്. സ്ട്രിങ്ങിൻ്റെ സിമിലറാണ് ആക്സസിങ് ഒക്കെ, ഇൻഡെക്സിങ് ഒക്കെ സെയിം ആണ്. ഇൻഡെക്സിങ് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒബ്വിയസ്ലി സ്ലൈസിങ് ഒക്കെ എളുപ്പമായിരിക്കും. പിന്നെ കോൺകാറ്റിനേഷൻ എന്നൊക്കെ പറയുന്നത് വെച്ചാൽ ആഡ് ചെയ്യാൻ, പ്ലസ് ചെയ്താൽ മതി. മൾട്ടിപ്ലിക്കേറ്റ് ചെയ്യാൻ ഇൻറ്റു 3 എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേറ്റഡ് ആയിട്ട്, അതായത് മൾട്ടിപ്പിൾ, ഇത് 3, 4 തവണ നമുക്ക് വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യിക്കാം, സെയിം സാധനം. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് എക്സ്ട്രാ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ലെൻ അവിടെ തന്നെ ഉള്ളതാണ്. മാക്സ്, മിന്ന്, അതായത് ഇപ്പോൾ സ്ട്രിങ്ങിൽ നമുക്ക് അതിൻ്റെ ആവശ്യം വന്നിട്ടില്ലല്ലോ. ഒരു സ്ട്രിങ് ഓഫ് എലിമെൻറ്റ്സ് ചെയ്ത മാക്സിമം എലിമെൻറ്റ് മിനിമം എലിമെൻറ്റ് നമുക്ക് നോക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പക്ഷേ ഒരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് അങ്ങനത്തെ അവസ്ഥയിൽ അതല്ല കാര്യം അല്ലേ. അപ്പോൾ അത് നമുക്ക് നോക്കണം. അത് ചില സമയത്ത് നമുക്ക് സോർട്ട് ചെയ്യേണ്ടിയൊക്കെ വരുമല്ലോ. സോ ആക്സസിങ് ഒക്കെ സിമിലർ ടു സ്ട്രിങ് ആണ്. സ്ട്രിങ്ങിലെ പോലെ തന്നെ ഇൻഡെക്സ്ഡ് ആണ്, 0, 1, 2, 3 തിരിച്ചും. അപ്പോൾ ആക്സസിങ് എല്ലാം സിമിലർ ആണ്. അതുപോലെ കോൺകാറ്റിനേഷനും മൾട്ടിപ്ലിക്കേഷനും സ്ലൈസിങ്ങും ഒക്കെ ഒന്ന് വീണ്ടും കാണാത്തവർ പോയിട്ട് സ്ട്രിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണുക കേട്ടോ. അപ്പോൾ ഇത് തന്നെ കിടപ്പുണ്ടാവും ഇതേ പ്ലേലിസ്റ്റിൽ. അപ്പോൾ അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് റിപ്പീറ്റ് അടിക്കും. വെറുതെ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട. ആ H, R, Y ഒക്കെ കിടക്കുന്നിടത്ത് തന്നെയാണ് ഈ എലമെൻറ്റ്സ് ഒക്കെ കിടക്കുന്നത്, അത്രയേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ട് ഒരുപാട് ഗാഢമായി ചിന്തിക്കേണ്ട, അതേ കണക്ട് ചെയ്ത് പഠിച്ചു വെക്കുക. പിന്നെ അതിൽ കുറച്ച് എക്സ്ട്രാ ഫങ്ഷൻസ് വരുന്നത് ലെൻ, ഇപ്പോൾ അതിലുണ്ടായിരുന്നു. മാക്സും മിന്നുമാണ്. അതായത് സ്ട്രിങ്ങിൽ നമുക്ക് മാക്സിമം മിനിമം ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പക്ഷേ ഇവിടെ എന്തുണ്ട്, ചില സമയത്ത് ഇപ്പോൾ നമ്പേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് മാക്സിമം മിനിമം ഏതാണെന്നൊക്കെ കണ്ടുപിടിക്കേണ്ടി വരില്ലേ. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യാം. അതുപോലെ കമ്പയർ ചെയ്യാൻ 2 ലിസ്റ്റ്, അത് നമുക്ക് അവിടെയുണ്ട്, പക്ഷെ വേറെ ആയിരുന്നു മാത്രം. ഓക്കെ, കമ്പയർ ചെയ്യാനുള്ള ഫങ്ഷൻസ് ഉണ്ട്. പിന്നെ ഡിലീറ്റ് ചെയ്യാൻ വേണമെങ്കിൽ എലമെൻറ്റ്സ്. ടപ്പിളും എന്താണ്, ഇമ്മ്യൂട്ടബിളാണ്, മാറില്ല. അവരുടെ പാരൻ്റ് ഒരിക്കലും മാറില്ല. നമ്മൾ അതിൽ എന്ത് ഫങ്ഷൻ ചെയ്താലും അവർ വേറൊരു രീതിയിൽ എന്നുവെച്ചാൽ എക്സ്റ്റേണൽ നമ്മൾ അവരൊരു ഔട്ട്പുട്ട് റിട്ടേൺ ചെയ്യുകയാണ് ചെയ്യണത്. അല്ലാണ്ട് ആ സ്ട്രിങ്ങിനെ ചേഞ്ച് വരുത്തി ആ സ്ട്രിങ് അല്ല റിട്ടേൺ ചെയ്യുക, ഔട്ട്പുട്ടാണ് റിട്ടേൺ ചെയ്യുക. നമുക്ക് പോകെ കുറച്ചും കൂടെ മനസ്സിലാവും. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് അതിന് ചെയ്ത് നോക്കാം കേട്ടോ. ലെറ്റ്സ് ഗോ. ടപ്പിൾ അല്ലേ പഠിക്കാൻ പോകുന്നത്. ടപ്പിൾ 1 = ഞാനൊരു ടപ്പിൾ ഉണ്ടാക്കാൻ പോവാണ്. 3, 1, 7, 5, ചുമ്മാ റാൻഡം കേട്ടോ, 0. ഓക്കെ, അപ്പോൾ ഇത് ടപ്പിളാണോ എന്ന് അറിയണ്ടേ ശരിക്കും. നമ്മളിപ്പോൾ അങ്ങ് പറഞ്ഞുകൊണ്ട് ഇതിപ്പോൾ ടപ്പിളാവും ആണോ ചെക്ക് ചെയ്യട്ടെ കേട്ടോ. ടൈപ്പ് ഓഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ പഠിച്ചു. യെസ്, ഇറ്റ്സ് എ ടപ്പിൾ. ഫൈൻ. അപ്പോൾ നമുക്ക് ഇതിൽ ഓരോ എലമെൻറ്റിനെയും നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റ്സ് വെച്ചിട്ട് ആക്സസ് ചെയ്യാം. 0 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് കിട്ടും. ടപ്പിൾ 1 സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 1 ഇട്ടാൽ എനിക്ക് അടുത്ത എലമെൻറ്റ് കിട്ടും. ജസ്റ്റ് ലൈക്ക് വീഡിയോ ഡിഡ് വിത്ത് എ സ്ട്രിങ്. ഓക്കെ, 4 എലമെൻ്റ് ഉണ്ടോ? 0. അപ്പോൾ എത്രയായി? ഇനി നമുക്ക് മിന്നും മാക്സും ആണ് അടുത്ത ഫങ്ഷൻസ്. മിൻ ഓഫ് ടപ്പിൾ 1 0 ആണ്. മാക്സിമം നമ്പർ ഏതാ? 7 ആണ്. ഓക്കെ, ഇനി അടുത്തത് ഏതായിരുന്നു? നമുക്ക് സോർട്ട് ചെയ്യാം കേട്ടോ, അത് വേണമെങ്കിൽ പറയാൻ പറഞ്ഞു. പിന്നെ കമ്പയർ ആക്ച്വലി പൈത്തൺ 3 നടക്കില്ല. അപ്പോൾ ഇത് നമുക്ക് സോർട്ട് ചെയ്യാം. ഇനി അടുത്തതായിട്ട് ഐശ്വര്യമായിട്ട് ഇതിനെ ഡിലീറ്റും ചെയ്യാം. കേട്ടോ, സോർട്ടഡ് ആയി കിട്ടി, എളുപ്പമാണ്. പിന്നെ ഡിലീറ്റ് ചെയ്യാനും എളുപ്പമാണ്. ഇതിൽ അതിൻ്റെ പേരങ്ങ് കൊടുത്താൽ സംഭവം ഡിലീറ്റ്. ഇനി ഇത് എന്തെങ്കിലും ചെയ്യാൻ നോക്കിയ ഫംഗ്ഷൻ ഇറ്റ് വിൽ ഷോ എറർ ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഡിഫൈൻഡ്. പിന്നെ ജൂപ്പിറ്ററിന്റെ ഒരു ബ്യൂട്ടി എന്താ വെച്ചാൽ ഇനിയിപ്പോൾ നമുക്കത് വീണ്ടും ചെയ്യണമെന്നുണ്ടെങ്കിൽ പോയി റണ്ണൊന്നും ചെയ്യണ്ട. ജസ്റ്റ് ഞാൻ ഇതുപോലെ ഇങ്ങനെ കയറി ഇതാണ് ഡിക്ലെയർ ചെയ്തിട്ട് ചെയ്ത പരിപാടി കഴിഞ്ഞു. മനസ്സിലായോ? ടപ്പിൾ എല്ലാവരും കണ്ടല്ലോ അല്ലേ? അപ്പോൾ പറഞ്ഞ പോലെ മ്യൂട്ടബിൾ ആയൊരു ടപ്പിളാണ് ലിസ്റ്റ്.
അത് ലിസ്റ്റിൽ എന്ത് ഫംഗ്ഷൻ ചെയ്തില്ല ആക്ച്വലി ആ പാരൻറ്റ് ലിസ്റ്റിലാണ് ആ കണ്ട ചേഞ്ച് മുഴുവൻ വരാൻ പോണത്. അപ്പോൾ പക്ഷേ ആക്സസിങ് ഈസ് സിമിലർ ടു സ്ട്രിങ്. അതായത് ഈ 0യും 1ഉം അതായത് ലിസ്റ്റ് ഓഫ് എന്ന് പറയുന്നതൊക്കെ തന്നെയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ബ്രാക്കറ്റ് വ്യത്യാസം വന്നു. നോർമൽ ബ്രാക്കറ്റ് ആയിരുന്നു ടപ്പിളിന്, പക്ഷെ ലിസ്റ്റിന് സ്ക്വയർ ബ്രാക്കറ്റാണ്. സി ദാറ്റ്, കണ്ട, സ്ക്വയർ ബ്രാക്കറ്റാണ്. അപ്പോൾ ആ എക്സാമ്പിൾസ് ഒക്കെ നോക്കി നോക്കൂ. 1 2 3 4 ഒക്കെ സ്ക്വയർ ബ്രാക്കറ്റാണ്. കൂടുതലും ലിസ്റ്റാട്ടോ ഉപയോഗിക്കുക, കണ്ടിട്ടുള്ളത് കൂടുതൽ ലിസ്റ്റ് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഓരോ ഫംഗ്ഷൻ നമ്മൾ പഠിക്കാം. ആദ്യം ഇത് ഇങ്ങനെയാണ് ലിസ്റ്റ് ഉണ്ടാവില്ല, ഒന്നുമില്ല, ആ ചേഞ്ചസ് ശ്രദ്ധിച്ചാൽ മതി. ജസ്റ്റ് ആ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളതെന്നേ ഉള്ളൂ. പിന്നെ ആപ്പിൾ, ബനാന, പിയർ ഒക്കെ എലമെൻറ്റ്സ് ആയിട്ട് വരുന്ന ഒക്കെ ഈ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ള സംഗതി ഇതിൽ തന്നെയാണ് ഇനി അങ്ങോട്ട് ചേഞ്ച് വരാൻ പോകണമെന്ന് മാത്രം. ഇതേ പറയുന്ന പോലെ ലിസ്റ്റ് തന്നെ ലിസ്റ്റിൻ്റെ എലമെൻ്റ് ആയിട്ട് വരാം. അപ്പോൾ ഇവിടെ വരാൻ പോകുന്നൊരു പ്രത്യേക ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മെട്രിക്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ലിസ്റ്റ് യൂസ് ചെയ്യും. മാത്സ് പഠിച്ചവർക്ക് മെട്രിക്സ് ഓർമ്മ ഉണ്ടാവും അല്ലേ? ഇനിയിപ്പോൾ അല്ലാത്തവർക്കായാലും അങ്ങനെ അറിയാവുന്നവർക്കായാലും വേണ്ടിയിട്ട് നമ്മൾ ഈ മെട്രിക്സിനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ABCDEFGHI എന്ന് പറയുന്ന സംഭവങ്ങൾ ഇങ്ങനെയാണ് മെട്രിക്സ്. ഒരു സ്ക്വയറൊക്കെ എവിടെയെങ്കിലും സങ്കല്പിച്ചോളൂ, മടിയാണ് അവിടെ വരയ്ക്കാൻ. ഇങ്ങനെ ABCDEFGHI ഇതാണ് എൻ്റെ മെട്രിക്സ്. അപ്പോൾ ലൊക്കേഷൻസ് ആണ് 0 1 2. ഇൻഡെക്സിങ്ങിൽ മാത്സ് ഒന്നും പഠിപ്പിച്ചാൽ പറയരുത്, +1 മാത്സിലുള്ളതാണ്, ഫസ്റ്റ് പഠിക്കുന്നതാണ്. അപ്പം 0 1 2 0 1 2 0 0 നമ്മൾ ഇൻഡെക്സ്ഡ് ആയിട്ടുള്ള സ്ട്രിങ്ങിലായാലും ടപ്പിളിലായാലും ഇതുപോലെ ലിസ്റ്റിലായാലും നമ്മൾ ലിസ്റ്റ് ഓഫ് 0 എന്ന് പറയുന്നത് ആദ്യത്തെ എലമെൻ്റാണ്, ലിസ്റ്റ് ഓഫ് 1 എന്ന് പറയുന്നത് രണ്ടാമത്തെ എലമെൻറ്റ്, ലിസ്റ്റ് ഓഫ് 2 മൂന്നാമത്തെ എലമെൻറ്റ്, ആൻഡ് സോ ഓൺ. അത് റിമെമ്പർ ചെയ്യൂ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ലിസ്റ്റിൽ, അതായത് സ്ട്രിങ്ങിൻ്റെ ആദ്യത്തെ എലമെൻ്റ് ഒരു ലിസ്റ്റാണ്. ഏത് ലിസ്റ്റ്? ABC. സോറി, ഈ ലിസ്റ്റില്ലേ, ഈ മെട്രിക്സ് ലിസ്റ്റിൻ്റെ ആദ്യത്തെ എലമെൻ്റാണ് ABC, രണ്ടാമത്തെ എലമെൻറ്റ് DEF, മൂന്നാമത്തെ എലമെൻറ്റ് GHI. അപ്പോൾ ഈ ലെഫ്റ്റിൽ കിടക്കുന്ന 0യും 1ഉം 2ഉം എന്താണ്? ആ ലിസ്റ്റിൻ്റെ ഇൻഡെക്സുകളാണ്. അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ അവർക്ക് ഇൻഡിവിജ്വലായിട്ടൊരു ഇൻഡെക്സിങ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ഫസ്റ്റ് ലിസ്റ്റായിട്ടുള്ള ABCയുടെ ഇൻഡെക്സ് 0 1 2 മുകളിലത്തെ, DEFനും ഒരു 0 1 2 സ്വന്തമായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് പ്രോഗ്രാമിങ്ങിൽ ഒന്നും കൂടെ തെളിച്ച് കാണാം. ഓർമ്മിക്കുക, ലിസ്റ്റ് 0 0 എന്ന് പറയുന്ന ലൊക്കേഷൻ ഏതാണ്? ആദ്യത്തെ A. 0 1 ഏതാ? B. 0 2 ഏതാ? C. 1 നെക്സ്റ്റ് അടുത്ത ലിസ്റ്റിലെത്തി. അടുത്ത ലിസ്റ്റിലെ ആദ്യത്തെ എലമെൻറ്റ് കിട്ടണമെങ്കിൽ 1 0. അടുത്ത ലിസ്റ്റിൽ സെക്കൻഡ് ലിസ്റ്റിലത്തെ രണ്ടാമത്തെ എലമെൻറ്റ് കിട്ടണമെങ്കിൽ 1 1. മൂന്നാമത്തെ എലമെൻറ്റ് കിട്ടണമെങ്കിൽ 1 2. സിമിലർലി തേർഡ് ലിസ്റ്റത്തെ രണ്ടാമത്തെ എലമെൻറ്റ് കിട്ടണമെങ്കിൽ 3 1. ഫസ്റ്റ് എലമെൻ്റ് ആണെങ്കിൽ 3 0. തേർഡ് എലമെൻറ്റ് കിട്ടണമെങ്കിൽ 2 2. ഓക്കെ, സോറി, നമ്പർ തെറ്റിപ്പോയി തോന്നുന്നു. ഈ മെട്രിക്സ് അറിയാവുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പം എങ്ങനെയാണ്? 0 0 0 1 0 2 1 0 1 1 1 2 2 0 2 1 2 2. ഇങ്ങനെയാണ് നമ്മളിതിനെ ആക്സസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം. ലെറ്റ്സ് കോഡ്. ഓക്കെ, അപ്പോൾ ലിസ്റ്റിൽ ആദ്യമായിട്ട് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കണ്ടേ? നമുക്ക് ഇതേ സംഭവം തന്നെ കൊടുക്കാം. ലിസ്റ്റ് 1 എന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ദിസ് ടൈം സ്ക്വയർ ബ്രാക്കറ്റിലാണ് ഇതിൽ സംഭവങ്ങൾ 3 1 1 7 5 0. ഇതാണ് എൻ്റെ ലിസ്റ്റ് കേട്ടോ. നമുക്കിതിൻ്റെ ടൈപ്പ് ചെക്ക് ചെയ്യാം. ടൈപ്പ് ലിസ്റ്റ് 1 എന്താണ്? ലിസ്റ്റാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഈ പറയുന്ന പോലെ തന്നെ ലിസ്റ്റ് 1ൻ്റെ എനിക്ക് എലമെൻറ്റ്സ് ഒക്കെ ആക്സസ് ചെയ്യാം. 0 നമ്പർ വെറുതെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആക്സസ് ചെയ്യാം. വളരെ എളുപ്പമാണ്. പിന്നെ അടുത്തത് മാക്സും മിന്നും ആണ് അല്ലേ? മാക്സും മിന്നും നടക്കും. മാക്സ് അതേപോലെ തന്നെ മാക്സ് ഓഫ് ലിസ്റ്റ് 1 എന്ന് പറയുന്നത് എനിക്കത് കിട്ടും. അതുപോലെ തന്നെ മിൻ 1 കിട്ടും. സോറി, മിനിമം നമ്പറും കിട്ടും. ഇനി കുറച്ച് അഡീഷണൽ ആയിട്ട് ഉള്ള സംഭവമാണ് അപ്പൻഡ് ഫംഗ്ഷൻ. ഓക്കെ, ലിസ്റ്റ് 1നെ എനിക്ക് അപ്പൻഡ് എന്ന് പറഞ്ഞാൽ വേർഡിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഉള്ള ലിസ്റ്റിന്റെ അവസാനം ആഡ് ചെയ്യുക, അപ്പൻഡ് ചെയ്യുക, ഒരു അറ്റാച്ച് ചെയ്യുക എന്നൊരു മീനിങ് ആണ്. ഞാൻ ഇതിനെ അപ്പൻഡ് ചെയ്യാൻ പോവാണ്. ഇല്ലാത്തൊരു നമ്പർ ഇപ്പോൾ 8 അപ്പൻഡ് ആയി കഴിഞ്ഞു. നമുക്ക് വേണമെങ്കിൽ ലിസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ലിസ്റ്റ് പ്രിന്റ് ചെയ്യുന്ന എപ്പോഴും നല്ലൊരു പരിപാടിയാണ്. കാരണം എന്ന് വെച്ചാൽ ആ ലിസ്റ്റിൽ തന്നെ ചേഞ്ച് വരുന്നത്. ശ്രദ്ധിച്ചോ, ഇതൊരു പുതിയ സംഭവം റിട്ടേൺ ചെയ്യുന്നതല്ല, ആ ലിസ്റ്റ് ചേഞ്ച് ആയി. ഇറ്റ് ഈസ് മ്യൂട്ടബിൾ. അപ്പം നമുക്ക് മ്യൂട്ടബിൾ ആകുമ്പോൾ ഡിലീറ്റും ഒക്കെ ചെയ്യാം. അതിന് മുന്നേ നമുക്ക്
വേറൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. ഇതിപ്പോൾ അപ്പൻഡ് എന്ന് പറയുമ്പോൾ അവസാനമല്ലേ പോയത്, പക്ഷേ നമുക്ക് അപ്പൻഡ് മാത്രം പോരാ. ചില സമയത്ത് നമുക്ക് ഒരു പെർട്ടിക്കുലർ ഇൻഡെക്സ് കൊടുത്തിട്ട് ആ ഇൻഡെക്സിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടി വരും അല്ലേ. അങ്ങനത്തെ സമയത്താണ് പെർട്ടിക്കുലർ പൊസിഷൻ കൊടുക്കേണ്ട അവസ്ഥയിൽ വരുമ്പോൾ നമുക്ക് ഇൻസേർട്ട് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ഏതാണ് ഇൻസേർട്ട്. അപ്പൊ ഇൻസേർട്ടിൽ എനിക്ക് സ്പെസിഫൈ ചെയ്യാം, അതായത് 3ന്റെ 1ന്റെ ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ 0യും 1ഉം 1 ആണ്. 0th ലൊക്കേഷനിലാണ് 3, 1 ഫസ്റ്റ് ലൊക്കേഷനിലാണ് 1. അപ്പോൾ 0ന്റെ 1ന്റെ ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് 1ലാണ് വേണ്ടത്. ഏതെങ്കിലും ഒരു നമ്പർ പറയാം കേട്ടോ. സേ 9 എന്ന് പറയുമ്പോൾ സംഭവം വന്നു. അപ്പൊ ഞാൻ ഒന്നും കൂടെ പ്രിന്റ് ചെയ്ത് നോക്കട്ടെ. ലിസ്റ്റിനെ 317508 ആണ് ഇപ്പൊ എന്റെ എലിമെന്റ്സ്. അതിൽ എനിക്ക് 391 വന്നു. കണ്ടോ, എക്സാക്ട്ലി ഞാൻ എവിടെ പറഞ്ഞു അവിടെ വന്നു. അപ്പൊ അതാണ് നമുക്ക് എവിടെ അപ്പൻഡും ഉണ്ട്, അതുപോലെ തന്നെ ഇൻസേർട്ടും ഉണ്ട്, ഇൻസേർഷന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഡിലീറ്റ് ചെയ്യാം, പക്ഷെ ഡിലീറ്റ് ഇപ്പൊ തന്നെ പഠിക്കുന്നത് മോശമല്ലേ. അതിന് അവസാനം നമുക്ക് ഡിലീറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ലിസ്റ്റ് 1നെ ആദ്യം നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. നമുക്ക് പെർട്ടിക്കുലർ എലമെന്റ് നമുക്ക് റിമൂവ് ചെയ്യാം. അതിപ്പോ 3 ഫസ്റ്റ് എലമെന്റ് തന്നെ എനിക്ക് വേണമെങ്കിൽ, ഫസ്റ്റ് വേണ്ട, നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ടുള്ള പറഞ്ഞതിനെ 7നെ ഞാൻ റിമൂവ് ചെയ്യാൻ പോണേ. 7 റിമൂവ് ആയാൽ നോക്കാം. ഇത് കണ്ട, ഞാനിപ്പോ ഇവിടുന്ന് അങ്ങോട്ട് പോകണേ ഉള്ളൂ. എനിക്ക് എന്ത് എളുപ്പം ഇപ്പൊ പഠിപ്പിക്കും. 391508 റിമൂവ് ആയിട്ടോ ആ എലമെന്റ്. അപ്പൊ ഇനി നമ്മള് മുകളില് ടപ്പിളിൽ പഠിച്ചൊരു സാധനമാണ് സോർട്ടിങ് അല്ലേ. അപ്പൊ ലിസ്റ്റ് 1നെ സോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഈ സോർട്ടഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനാണ് നമ്മളവിടെ ചെയ്തത്. സോറി, അത് ഇങ്ങനെയല്ല, അതൊരു ഫംഗ്ഷനാണ്. അപ്പൊ ഇങ്ങനെ വേണം. ഫംഗ്ഷനും മെത്തേഡും ഒക്കെ ഉണ്ട് കേട്ടോ. ഈ എന്താ പറയാ, ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിന്റെ ഒരു സംഭവമാണ് അത്. കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. ചിലത് ഞാൻ ഇങ്ങനെയാണ് എഴുതുന്നത്, ശ്രദ്ധിച്ചോ. ചിലത് ഡോട്ട് റിമൂവ് എന്നുള്ള രീതിയിലാണ് എഴുതുന്നത്. പക്ഷെ ഈ മിന്നും സോർട്ടഡ് എഴുതുന്ന രീതി ശ്രദ്ധിച്ചോ, അത് വ്യത്യാസം. പ്രിന്റ് അതൊക്കെ ഒരു ഫംഗ്ഷനാണ്, പക്ഷെ ഇത് മെത്തേഡുകളാണ്. ഈ ഡോട്ട് ഇങ്ങനെ എഴുതുന്നുള്ള മെത്തേഡുകൾ. സോ അവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. സോ സോർട്ടഡ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ എനിക്കൊരു ലിസ്റ്റ് റിട്ടേൺ ചെയ്തു. ഓക്കെ, എനിക്ക് പോയി പ്രിന്റ് ചെയ്യേണ്ടി വന്നില്ല, ഓർക്കുക കേട്ടോ. ഇതിപ്പോ എനിക്ക് ഓർഡറിലാണ് സോർട്ട് ചെയ്ത് വന്നത്. പക്ഷെ ഇതേ സമയം ഞാൻ പോയി പ്രിന്റ് ലിസ്റ്റ് ചെയ്ത് ഇറ്റ് ഇസ് സ്റ്റിൽ ദ സെയിം, ഒരു ചേഞ്ചും വരുത്തില്ല. ലിസ്റ്റ് ഇപ്പോഴും പഴയ പോലെ തന്നെയാണ്. അപ്പൊ ഇതേ ലിസ്റ്റ് എനിക്ക് റിവേഴ്സ് ചെയ്തിട്ട് വേണം എന്ന് വിചാരിക്കും. അതായത് നേരെ ഇതിപ്പോ അസെൻഡിങ് ഓർഡറിലല്ലേ, ഇതേ സാധനം എനിക്ക് ഡിസെൻഡിങ് ഓർഡറിൽ വേണമെങ്കിൽ റിവേഴ്സ് ഈക്വൽ ടു ട്രൂ കൊടുത്താൽ മതി. കോമ ഇട്ടിട്ട് റിവേഴ്സ് ഈക്വൽ ടു ട്രൂ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇതേ സാധനം തന്നെ റിവേഴ്സിൽ കിട്ടും. പക്ഷെ എഗെയിൻ റിമെമ്പർ, ലിസ്റ്റ് 1 ഇപ്പോഴും ചേഞ്ച് വന്നിട്ടില്ല. പക്ഷെ നമ്മുടെ ഐഡിയ തന്നെ എന്തായിരുന്നു, ഇറ്റ് ഈസ് മ്യൂട്ടബിൾ എന്നായിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് മ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ട് ആക്ച്വലി. ലിസ്റ്റ് 1 ഡോട്ട് സോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. അപ്പൊ ഇത് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇതൊന്നും റിട്ടേൺ ചെയ്തില്ല, ഈ ലിസ്റ്റിനെ തന്നെ അത് സോർട്ട് ചെയ്യും. കണ്ടോ. അപ്പൊ എനിക്കിത് ഈ ലിസ്റ്റിനെ എനിക്ക് സോർട്ട് ചെയ്യണം. ഏത് ഓർഡറിൽ? നേരെ റിവേഴ്സ് ഓർഡറിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ട്രൂ എന്ന് കൊടുക്കും. എഗെയിൻ ഞാൻ പോയി ചെക്ക് ചെയ്യട്ടെ. ഇറ്റ്സ് എ സെയിം ലിസ്റ്റ്. ഓക്കെ, അതാണ്. അപ്പൊ സോർട്ടും സോർട്ടഡും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? സോർട്ട് ആണെങ്കിൽ ഉള്ള ലിസ്റ്റ്, പാരന്റ് ലിസ്റ്റിനെയാണ് മാറ്റുന്നത്. അതേസമയം സോർട്ടഡ് പുതിയൊരു ലിസ്റ്റിനെ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യുന്നു. പുതിയൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിലേക്കാണ് സോർട്ട് ചെയ്തിട്ട് അയക്കുന്നത്. അപ്പൊ സമയം ലാഭം ഒക്കെ ഏതാന്ന് നോക്കുക കേട്ടോ. വലുതാവുമ്പോഴേ, വലിയ കോഡൊക്കെ ആകുമ്പോൾ. അപ്പൊ സോർട്ടും കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് പോപ്പ്. ഇപ്പോ സ്റ്റാക്ക് ഒക്കെ പഠിച്ചവർക്ക് ഈ പോപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവും. പോപ്പ് എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ എലമെന്റ് റിട്ടേൺ ചെയ്യുകയാണ് ചെയ്യുക. അതായത് ഡിലീറ്റ് ചെയ്തിട്ടാണ് റിട്ടേൺ ചെയ്യുക. നമുക്ക് ശ്രദ്ധിക്കാം. ഇപ്പൊ എലമെന്റ് പ്രിന്റ് ലിസ്റ്റ് നോക്കട്ടെ. ലിസ്റ്റിന്റെ അവസ്ഥ ഇപ്പൊ ഇതാണ് 985310. അപ്പൊ നമുക്ക് ലിസ്റ്റ് 1 ഡോട്ട് പോപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 0 ആണ്. ഓക്കെ, ഇനി പോപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 1 ആണ്. അപ്പൊ ഇനി ഞാൻ പോയി ചെക്ക് ചെയ്താൽ എനിക്ക് 0യും 1ഉം അവിടെ ഉണ്ടാവില്ല. സീ ദാറ്റ് പോപ്പ് അങ്ങനെയാണ് വർക്ക് ചെയ്യുക. ഡിലീറ്റും ചെയ്യും അറ്റ് ദ സെയിം ടൈം. ഓക്കെ, ചുമ്മാ അങ്ങ് റിട്ടേൺ ചെയ്യല്ല ചെയ്യുക, അതിനെ എടുത്ത് തരികയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് പോപ്പിംഗ് ഇറ്റ് ആസ് ദ നെയിം സ്പെസിഫൈസ്. പിന്നെ നമുക്ക് അടുത്തൊരു സംഭവം ഉള്ളത് ലിസ്റ്റിന്. ഓക്കെ, അവിടെ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ലിസ്റ്റ് 1 ഡോട്ട് കോപ്പി എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. ഒന്നുമില്ല, ഈ ലിസ്റ്റിന്റെ ഒരു കോപ്പി റിട്ടേൺ ചെയ്യും. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാലോ. ഇപ്പൊ ഈ സംഭവങ്ങൾ മുഴുവൻ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് വേണമെങ്കിൽ ലിസ്റ്റ് അവിടെ തന്നെ കിടക്കണം എന്നുള്ളൊരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ലിസ്റ്റിനെ ക്ലിയറും ചെയ്യാം. ഓക്കെ, സോറി, ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റിച്ചാൽ ലിസ്റ്റ് മുഴുവൻ എംപ്റ്റി ആയി കിട്ടും.
അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പോയിട്ട് പ്രിന്റ് ലിസ്റ്റ് ചെയ്താൽ ദർ ഇസ് നത്തിങ് ദെയർ. ഇനിയിപ്പോൾ എന്തിനാ അത് വെച്ചുകൊണ്ടിരിക്കണേ? അതിനെ അങ്ങ് ഡിലീറ്റ് ചെയ്താൽ ഇനി ഞാൻ ലിസ്റ്റ് കണ്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുമോ? ഇല്ല. ലിസ്റ്റ് വൺ ഇസ് നോട്ട് ഡിഫൈൻഡ്. സോ ഹോപ്പ് യു ഓൾ ഗോട്ട് ആൻ ഐഡിയ അബൌട്ട് വാട്ട് ഇസ് ലിസ്റ്റ് ആൻഡ് ഓൾ. നമ്മൾ ഇത്രയും പോരാ, നമുക്ക് വേറെ സംഭവം കൂടി ഉണ്ട് അല്ലേ. മെട്രിക്സ് ആയിട്ട് നമ്മൾ ലിസ്റ്റ് തന്നെ കണ്ടു അല്ലേ. നെസ്റ്റഡ് ലിസ്റ്റ് എന്നാണ് അതിന് പറയുന്നത്. ഞാനതിനെ നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് തന്നെ പേരിടാൻ പോവാണ്. അണ്ടർസ്കോറൊക്കെ ഇടാം, കുഴപ്പമില്ല. അപ്പോൾ എന്തായിരുന്നു നമ്മുടെ ലിസ്റ്റ് ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ലിസ്റ്റിൻ്റെ ഉള്ളിൽ ആദ്യത്തത് ലിസ്റ്റിൽ എ കോമ ക്യാപ്സ് എന്ന് പറഞ്ഞിട്ട് സി ആണ്. പിന്നെ അടുത്ത ലിസ്റ്റ് എന്ന് പറയുന്നത് ഏതാ? ഡി കോമ ഇ കോമ എഫ് ആണ്. അടുത്ത ലിസ്റ്റ് എന്ന് പറയുന്നത് ജി കോമ എച്ച് കോമ ഐ. ഓക്കെ, സീ ദാറ്റ്? നോ എറർ. അപ്പോൾ ക്യാപ്സ് ലോക്ക് പോട്ടെ. അപ്പോൾ ഈ നെസ്റ്റഡ് ലിസ്റ്റ് എനിക്ക് ആക്സസ് ചെയ്യണം. നെസ്റ്റഡ് ലിസ്റ്റ് പേരൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കേസും സംഭവങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ നെസ്റ്റഡ് ലിസ്റ്റിൻ്റെ ആദ്യത്തെ എലമെന്റ് എന്താ? സീ ദാറ്റ് ABC. രണ്ടാമത്തെ എലമെന്റ് എന്താ? ഹോൾ ലിസ്റ്റ് എനിക്ക് കിട്ടും. മൂന്നാമത്തെ എലമെന്റ് GHI. അപ്പം എനിക്ക് ആദ്യത്തെ എലമെന്റ് കിട്ടണമെങ്കിൽ ഒരു സ്ക്വയർ ബ്രാക്കറ്റും കൂടി ഇടും, ഇത്രേ ഉള്ളൂ. എന്നിട്ട് ആ സെക്കൻഡ് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എൻ്റെ പ്രിഫറൻസ് ഞാൻ കൊടുക്കും. സീ ദാറ്റ് സിമ്പിൾ, വളരെ സിമ്പിൾ അല്ലേ. അപ്പോൾ ഇതേ സാധനം ഇപ്പം ഞാൻ 1 2 കൊടുത്താണ്. ഇപ്പം എനിക്ക് ഏതായിരിക്കും കിട്ടുക? ഫസ്റ്റ് ലൊക്കേഷനിൽ DEF ആണ്. അതിലെ മൂന്നാമത്തെ എലമെന്റ് കേട്ടോ. ഓർക്കുക, ഇൻഡെക്സിങ് 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0 1 2 F ആണ് വേണ്ടത്. F വന്നു. ഇതേപോലെ 2 2 I വന്നു. ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റുഡ് ദി നെസ്റ്റഡ് ലിസ്റ്റ് കോൺസെപ്റ്റ് ആസ്. ലിസ്റ്റ് വലിയ കോംപ്ലക്സ് അല്ല, പക്ഷെ ഈ കണ്ട സംഭവങ്ങളൊക്കെ അതിലുണ്ടെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ടപ്പിൾ കഴിഞ്ഞു, ലിസ്റ്റ് കഴിഞ്ഞു. ഇനിയുള്ളത് സെറ്റ്. സെറ്റിൻ്റെ ബ്യൂട്ടി ഇതാണ്, അത് മറ്റുള്ളതിൽ നിന്നും വിട്ടു നിൽക്കുന്നത് ഇങ്ങനെയാണ്. അതിലെന്ത് എടുത്താലും അത് അൺഓർഡേർഡ് ആയിട്ടാണ് കയറുക. അതുപോലെ അതിൽ ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ടോളറേറ്റേ ചെയ്യില്ല. അതായത് 1 എന്ന് പറയുന്ന നമ്പർ ഒറ്റ തവണ വരാൻ പാടുള്ളൂ, 2 3 തവണയൊന്നും ഇടാൻ പറ്റില്ല. സെറ്റിന് അത് ഒരു തവണ കാണാൻ പാടുള്ളൂ, മനസ്സിലായോ? പിന്നെ ബ്രാക്കറ്റ് ശ്രദ്ധിച്ചല്ലോ അല്ലേ? ബ്രാക്കറ്റ് ഏതാ? കേർലി ബ്രേസ്, നമ്മളെ എസ് ബ്രാക്കറ്റാണ് സെറ്റിൻ്റെ സിമ്പിൾ കേട്ടോ. അപ്പോൾ ടപ്പിൾ നോർമൽ ബ്രാക്കറ്റ്, ലിസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ്, സെറ്റ് കേർലി ബ്രേസസ്. അപ്പം ഇത് അൺഓർഡേർഡ് ആണ്, ഇതും ഇമ്മ്യൂട്ടബിൾ ആണ് കേട്ടോ. ഒന്നും ചേഞ്ച് ഒന്നും വരുത്താൻ പറ്റില്ല. അതായത് ഇപ്പോൾ എന്ത് ഓപ്പറേഷൻ ചെയ്താലും പുറത്തേക്ക് അതായിട്ട് വേറൊരു റിസൾട്ടാണ് കിട്ടുന്നത്, അല്ലാണ്ട് പാരൻറ്റ് സെറ്റിൽ ചേഞ്ച് ഒന്നും വരുത്തില്ല. പിന്നെ സെറ്റ് ഓഫ് എന്നൊരു ഫംഗ്ഷനുണ്ട്. സെറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഏത് സീക്വൻസ് എടുത്താലും, സ്ട്രിങ് കൊടുത്താലും നമ്മുടെ ലിസ്റ്റ് കൊടുത്താലും ടപ്പിൾ കൊടുത്താലും എന്ത് കൊടുത്താലും നമുക്ക് അതിനെ സെറ്റാക്കിയിട്ട് തിരിച്ചു തരും. ഒന്നുമില്ല, അതിലെല്ലാം സ്പ്ലിറ്റ് ചെയ്തിട്ട് അൺഓർഡേർഡ് ആയിട്ട് തരും. പക്ഷെ അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിൽ ഇൻഡെക്സിങ് കൊണ്ട് വലിയ ഉപകാരമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇൻഡെക്സിങ് ഇല്ല. കാരണം ഒരു കാര്യമില്ലല്ലോ, ഇത് ഏത് ഓർഡറിൽ വേണമെങ്കിൽ വരാമല്ലോ. അപ്പം അങ്ങനെ ഏത് ഓർഡറിൽ വേണമെങ്കിലും നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരത്തിൽ സെറ്റ് ഉപയോഗിക്കാം. ഏത് ഓർഡറിലും സേവ് ചെയ്യാം. എന്ത് റിപ്പീറ്റൊന്നും ഉണ്ടാവില്ല, എലമെൻറ്റ്സ് ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാനും സെറ്റ് അനുവദിക്കില്ല. അങ്ങനത്തെ റിക്വയർമെൻറ്റ് വരുമ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ആ ഒരു കാര്യത്തിലാണ് സെറ്റ് ബ്രില്യൻ്റ് ആയത്. അപ്പം ആ ഒരു പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് സെറ്റ് ഓർത്ത് വയ്ക്കുക കേട്ടോ. എത്ര എലിമെൻറ്റ് വേണമെങ്കിൽ ഇടാം, പക്ഷെ അൺഓർഡേർഡ് ആയിരിക്കും. എന്തുണ്ട്? റിപ്പീറ്റിങ്ങും പാടില്ല. നമുക്കതിൻ്റെ എങ്ങനെ മറ്റുള്ളതിനെ സെറ്റ് ആക്കാം എന്നുള്ളത് നോക്കാം. ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഏറെക്കുറെ സെയിം ആണ്, പക്ഷേ സ്ലൈസിങ് ഒന്നും നടക്കില്ല. കാരണം എന്താ? ഇൻഡെക്സിങ് ഇല്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, വേറെ ഒന്നുമില്ല. നമുക്ക് നോക്കാം. സെറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, സെറ്റ് 1 ചടങ്ങൊന്നും തെറ്റിക്കണ്ട. കേർലി ബ്രേസസിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് കൊടുത്താലും വരും. 1 2 3 4 ടൈപ്പ് ഓഫ് സെറ്റ് 1 സെറ്റാണ്. അപ്പോൾ ഇതേ സാധനം ഇങ്ങനെ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ സെറ്റ് 1നെ ഒന്ന് പ്രിന്റ് ചെയ്യിക്കട്ടെ. 1 2 3 4 ആണ്. അപ്പം ഞാൻ 1 2 3 4 കഴിഞ്ഞിട്ട് ഒരു നമ്പർ കൊണ്ട് കൊടുക്കും, എഗെയിൻ 1 തന്നെ കൊടുക്കട്ടെ. ഓക്കെ, ഇനി എന്താണ് പ്രിന്റിൻ്റെ സെറ്റ് 1ൽ നോക്കാം. നോ ചേഞ്ച്.
പക്ഷെ അതേസമയം ഞാനൊരു പുതിയ നമ്പർ ഒരു 5 കൊടുത്തോട്ടെ കേട്ടോ. സി ഡ്യൂപ്ലിക്കേറ്റ്സ് അലോ ചെയ്യില്ല. പിന്നെ ഞാൻ ഇനിയിപ്പോ ഒരു സ്ട്രിങ് ഡിക്ലെയർ ചെയ്യട്ടെ. നെയിം ഈസ് ഈക്വൽ ടു നമ്മുടെ ഹാരിനെ, ഹാരി പോട്ടറിനെ പിടിച്ചിട്ട് ഞാനൊരു സെറ്റ് ആക്കാം. ഇതുപോലെ ഏതും ടപ്പിളോ ലിസ്റ്റോ എന്ത് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആ വാരിയബിളിന്റെ നെയിം അങ്ങ് കൊടുത്താൽ മതി കേട്ടോ. കൊടുത്തു കഴിഞ്ഞാൽ സീ ദാറ്റ് സ്പേസ് അടക്കം എനിക്ക് ഒരു എലമെന്റ് ആയി കിട്ടും. ആൻഡ് നോട്ടീസ് ദാറ്റ് ആറും ഒക്കെ വേറെ ഐ മീൻ റിപ്പീറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇങ്ങനെ സെറ്റ് ആയിട്ട് കിട്ടും. എനിക്ക് സെറ്റിനെ വേണമെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. സെറ്റ് 1 ഡോട്ട് അപ്ഡേറ്റ്. അപ്ഡേറ്റ് ആണ് കേട്ടോ, അപ്പൻഡും സാധനങ്ങളൊന്നുമല്ല. സെറ്റില് അപ്ഡേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. അപ്പൊ അപ്ഡേറ്റ് കൊടുക്കും. ഓക്കെ, ഞാനൊരു ലിസ്റ്റിനെ ഇടട്ടെ. ഇനി ഞാൻ പോയി സെറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ ലിസ്റ്റ് ആയിട്ടല്ല കയറിയിട്ടുണ്ടാവുക. അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്തോട്ട് നമ്മളൊരു പുതിയ ഐറ്ററബിൾ എലിമെന്റിനെ വേണം ഇടാം. അതാണ് തെറ്റ് പറ്റിയത്. സി, അത് ആ ഓർഡറിലല്ല കയറിയത്. 3 ഉം 6 ഉം വേറെ വേറെ എലമെന്റ്സ് ആയിട്ടാണ് കയറിയത്. പിന്നെ എന്താണ് വേണമെങ്കിൽ നമുക്ക് റിമൂവും ചെയ്യാം. സെറ്റ് 1 ഡോട്ട് റിമൂവ്. ഏത് എലമെന്റ് റിമൂവ് ചെയ്യണ്ടേ? 2. ഇനി ഞാൻ പോയി സെറ്റ് പ്രിന്റ് ചെയ്ത് നോക്കിയാൽ അത് അവിടെ കാണിക്കും. ഇത്രയേ ഉള്ളൂ സെറ്റിന്റെ ഫങ്ഷൻസ്. സെറ്റിന്റെ ബ്യൂട്ടി ഇതാണ്, ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടാകത്തില്ല. ഡിക്ഷണറി, കീ, വാല്യൂ എന്തൊക്കെയാണ് കാണുന്നല്ലേ. ആദ്യം ഡിക്ഷണറി എന്താണെന്ന് ഓർത്തെടുക്കുക. ഡിക്ഷണറി എങ്ങനെയായിരുന്നു? നമ്മുടെ മലയാളം നിഘണ്ടു, ഹിന്ദി മലയാളം നിഘണ്ടു, ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു അല്ലേ. നമ്മളത് എടുത്തു, ബുക്ക് എടുത്തു, നമുക്ക് ഏതോ വേർഡ് നോക്കണം. നമ്മൾ ശശി സാറുകൊണ്ട് ഹെൽപ്പ് ചോദിക്കായിരുന്നു അല്ലേ. ഓക്കെ, മെസപ്പൊട്ടേമിയ അതായത് സ്ഥലമാണ്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ എം തപ്പിപ്പോവും. അതാണ് നമ്മുടെ കീ. ഓക്കെ, അങ്ങനെ നമ്മൾ തപ്പിപ്പോവും. മെസപ്പൊട്ടേമിയ എം തപ്പിപ്പോയി, അങ്ങനെ എത്തി, മെസപ്പൊട്ടേമിയയിലെത്തി. അതിൻ്റെ മീനിങ് അവിടെ കിടക്കുന്നു. അപ്പോൾ കീ എന്ന് പറയുന്നത് മെസപ്പൊട്ടേമിയ, വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ മീനിങ്ങും എന്താണ്, ഒരു കൺട്രിയാണ്. വെറുതെ പറഞ്ഞ കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കീ വാല്യൂ വരുന്നത്. വേർഡ് അതിൻ്റെ മീനിങ് ആ സെയിം കോൺസെപ്റ്റ് തന്നെ. അപ്പോൾ ഇതിൽ സ്റ്റോറി ഇന്ന് എങ്ങനെയാണ്? സെയിം സെറ്റിൻ്റെ കേർലി ബ്രേസ് തന്നെ, പക്ഷേ ഇങ്ങനെയാണ്. കീ 1 ഏതോ വാല്യൂ. ഓക്കെ, കീ 1 പൊതുവെ നമ്പറൊന്നും കൊടുക്കത്തില്ല, കൂടുതലും ആൽഫബറ്റായിട്ട് തന്നെ കൊടുക്കാറ്, വേർഡ്സ് ആയിട്ട്. അപ്പോൾ കോഡ്സ് തന്നെ ആയിരിക്കും. വാല്യൂ എന്ത് വേണമെങ്കിൽ വരും. കോളൻ കഴിഞ്ഞിട്ടൊരു വാല്യൂ വരും, എന്നിട്ടൊരു കോമ ഇടണം കേട്ടോ. ഓരോ കീ വാല്യൂ പെയറിനെയും സെപ്പറേറ്റ് ചെയ്യാൻ ഓരോ കോമ ഇടണം. കീ കോളൻ വാല്യൂ അങ്ങനെയാണ് എഴുതുക. കീ കോളൻ വാല്യൂ. ഓരോ കീ വാല്യൂ പെയറിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഓരോ കോമ. അപ്പോൾ ഇങ്ങനത്തെ ഡിക്ഷണറീസിൽ നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. നെയിം, കളർ, ഞാൻ നേരത്തെ പറഞ്ഞു നെയിം, ഏജ് എന്താ, അഡ്രസ്സ് എന്താ, ഇതൊക്കെ നമുക്ക് ഡിക്ഷണറിയിൽ സ്റ്റോർ ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഡിക്ഷണറിയിലും ഈ പറയുന്ന ഒരുപാട് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് നോക്കാം. സോ നെക്സ്റ്റ് ഇസ് ഡിക്ഷണറി. എല്ലാം റെഡിയാണ്. ഡിക്റ്റ് 1. ഡിക്റ്റ് 1 എന്താ? അപ്പോൾ സംഭവം കേളി ബ്രേസിൽ തന്നെയാണ് സെറ്റിനെ പോലെ. അപ്പോൾ ടപ്പിള്, നോർമൽ ബ്രാക്കറ്റ്സ്, ലിസ്റ്റ്, സ്ക്വയർ ബ്രേസസ്, ഡിക്റ്റ് 1 കേളി ബ്രേസിൽ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു കൊട്ടേഷൻ മാർക്ക്, അതിൻ്റെ ഉള്ളിൽ എൻ്റെ കീ ആയ നെയിം. ഇതിൻ്റെ വാല്യൂ എന്തായിരുന്നു? ആപ്പിൾ. ആപ്പിൾ എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആയതുകൊണ്ട് ആപ്പിൾ കൊട്ടേഷനിൽ തന്നെ. അടുത്ത കീ വാല്യൂ പേരിടുന്നതിന് ഒരു കോമ. കളർ കോളൻ, എന്താ കളറ്? റെഡ് ആപ്പിൾ ആണ് എൻ്റെ കേട്ടോ. കോമ. ഇനി അടുത്ത എന്താ? കൗണ്ട് കൊടുക്കുക അല്ലേ. കൗണ്ട് കോമ സോറി കോളൻ, കീ കോളൻ വാല്യൂ. ഇത്തവണ ഞാൻ നമ്പർ കൊടുക്കുന്നത് 12 കേട്ടോ. അപ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യാം. ടൈപ്പ് ഓഫ് ഡിക്റ്റ് 1ഉം അതുപോലെ ഇപ്പുറത്ത് പ്രിന്റ് ഡിക്റ്റ് 1 ഇട്ട് വയ്ക്കും. ആവശ്യം വരും. റൺ ചെയ്തു. ഡിക്റ്റ് ആണ് അല്ലേ, ഇതൊരു ഡിക്ഷണറിയാണ്. ഡിക്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് അവർ പറയുന്നത്. ഇങ്ങനെ കിട്ടും. ഇപ്പൊ എനിക്ക് ഇതിന്റെ കീസ് മാത്രം കിട്ടണം, മൊത്തം ഐറ്റംസ് കിട്ടണം. ഡിക്റ്റ് 1 ഡോട്ട് ഐറ്റംസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ട്, സോറി മെത്തേഡ് ഉണ്ട്. ഐറ്റംസ് മൊത്തം ഐറ്റമുകൾ കിട്ടും.
വെവ്വേറെ. ഇനിയിപ്പോൾ അതല്ല കീയും വാല്യൂസും അങ്ങനെ മാത്രമായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് സ്കോപ്പ് ഉണ്ട്. കീസ് എന്ന് പറഞ്ഞിട്ട് ഒരു മെത്തേഡ് ഉണ്ട്. ഇപ്പൊ കീ മാത്രം കിട്ടി, നെയിം, കളർ, കൗണ്ട്. അതുപോലെ ഇനി വാല്യൂ നോക്കണം. വാല്യൂസ് ഉണ്ട്. വാല്യൂസ് മാത്രമായിട്ട് കിട്ടും. അപ്പോൾ പിന്നെ അതുപോലെ നമുക്ക് പോപ്പ് ചെയ്യാം, പക്ഷെ ഡിലീറ്റ് ആയി പോകും. അതിന് മുന്നേ കുറച്ച് പരിപാടികൾ പഠിക്കാം. ഇനി ഡിക്റ്റിൽ നമുക്ക് ചില വാല്യൂസ് കിട്ടണമെന്നുണ്ടെങ്കിൽ dict1.get ഇതിന്റെ കീയുടെ പേര് കൊടുത്താൽ മതി. ഏതാണ് കീയുടെ പേര്? ഞാനിപ്പോൾ നെയിം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് നെയിം എന്താണെന്നുള്ളത് കിട്ടും. അതിന്റെ സ്ഥാനത്ത് കളർ കൊടുത്താൽ കളറിന്റെ വാല്യൂ എന്താണെന്നുള്ളത് കിട്ടും. ഇതാണ് ശരിക്കും ഉദ്ദേശം. ഇനിയിപ്പോൾ പോപ്പ് എന്ന് പറഞ്ഞുള്ള ഫംഗ്ഷനും ഉണ്ട്. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ അറിയാലോ, ഇതിപ്പോ get എന്നുള്ള ഫംഗ്ഷൻ ഡിക്ഷണറിക്ക് ഒരു കോട്ടവും വരുത്തിയില്ല. പക്ഷേ പോപ്പ് അങ്ങനല്ല. പോപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിക്ഷണറിന്ന് ആ സംഭവയെ ഇങ്ങ് പോരും. സീ ദാറ്റ്. അപ്പോൾ നെയിം പോന്നു കഴിഞ്ഞു. ഇതേപോലെ തന്നെ നമുക്കതൊന്ന് ആഡ് ചെയ്യണം കേട്ടോ. ചുമ്മാ അങ്ങ് എഴുതിയാൽ മതി. dict1 ഒരു സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ നമ്മൾ കീന്റെ പേര് എന്തായിരുന്നു? നമ്മൾ ഡിലീറ്റ് ചെയ്ത കീ നെയിം അല്ലേ? എന്തായിരുന്നു അതിന്റെ വാല്യൂ? പുറത്ത് കം ഔട്ട് സൈഡ് വാല്യൂ നമ്മൾ എന്തിട്ടു? ആപ്പിൾ. ഇത് പേര്. ഇനി നമ്മൾ പോയി നോക്കിയ സാധനം അവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ ഓർഡർ മാറിയിട്ടാ, അവസാനമായി. ഇനിയിപ്പോൾ അത് ഇതിപ്പോ ഏതെങ്കിലും ഒരെണ്ണം ഡിലീറ്റ് ചെയ്യണം. ഏതെങ്കിലും ഒരു എലിമെന്റ് നമുക്ക് ശരിക്കും ഡിലീറ്റ് ചെയ്യണമായിരുന്നു വെച്ചാൽ അതിനുള്ള വഴി ഇതാണ്. ഡിലീറ്റ് ഏതാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് വെച്ചാൽ അതിന്റെ കീ പറയും. ഏതാണ് കീ? അതിപ്പോ ഞാൻ കൗണ്ട് ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. അതിലുണ്ടായിരുന്നു, ഡിലീറ്റ് ആയിപ്പോയി. അപ്പൊ ഇനി മൊത്തം ഡിക്ഷണറി ഡിലീറ്റ് ചെയ്യുന്നില്ല. ഇതേപോലെ തന്നെ കോപ്പിയും പറ്റും കേട്ടോ. ഡിക്ഷണറിനെയും നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും. അതും കൂടെ കാണിക്കാം. അതോടുകൂടെ ഡാറ്റ സ്ട്രക്ചറിന്റെ അവസാനം. ഓക്കെ, ഡിലീഷനും കഴിഞ്ഞു. അപ്പൊ കോപ്പി ആയി ഡിലീഷനായി. അപ്പൊ എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള ചില സാധനങ്ങളൊക്കെ ഓർത്ത് വെച്ചോളൂ. ഇനിയിപ്പോ ലെങ്ത് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൂടി ഉണ്ട്. അതായത് ഇപ്പോ ഞാനിപ്പോ ടൈപ്പിന് വരെ ലെന്ന് കൊടുക്കട്ടെ. ഒന്നുമില്ല, ഇതിൽ എത്ര കീ വാല്യൂ പെയർസ് ഉണ്ടെന്ന് കിട്ടും. വേറെ അങ്ങനെയാണ് ഡിക്ഷണറിയുടെ ലെന്ന് വരിക. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞില്ലേ? എന്തൊക്കെയാണ് നമ്മളിന്ന് പഠിച്ചത്? ഇന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചു അല്ലേ? ജൂപ്പിറ്റർ യൂസ് ചെയ്യാൻ പഠിച്ചു. ടപ്പിൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, മാക്സ്, സോർട്ടഡ്, ഡിലീറ്റ്, അതൊരു ഇമ്മ്യൂട്ടബിൾ ആയിട്ടുള്ള സംഭവമാണ്. ലിസ്റ്റ് മ്യൂട്ട് ചെയ്യാൻ പറ്റും, അതായത് മാറ്റാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ അതിൽ അപ്പൻഡ് ചെയ്തും കോപ്പി ചെയ്തും അതിനെ എന്താ പറയുക ഇൻസേർട്ട് ചെയ്തും വേണ്ടിടത്ത് ഇൻസേർട്ട് ചെയ്തിട്ടും ഒക്കെ നമ്മൾ പഠിച്ചു. റിമൂവ് ഒക്കെ ചെയ്യാം. എലമെന്റ്സ് വേണമെങ്കിൽ സോർട്ട് ചെയ്യാം, അതിന് കോപ്പി ചെയ്യാം, ക്ലിയർ ചെയ്യാം, അങ്ങനത്തെ പരിപാടി. നെസ്റ്റഡ് ലിസ്റ്റ് കോൺസെപ്റ്റ് പഠിച്ചു. സെറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് അൺഓർഡേർഡ് ആണ്. അതിൽ നമുക്ക് റിപ്പീറ്റേഷൻസ് അലൗഡ് അല്ല. അതിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാനും അതിലെ എലമെന്റ്സ് റിമൂവ് ചെയ്യാനൊക്കെ പഠിച്ചു. പിന്നെ ഡിക്ഷണറി അപ്ഡേറ്റ് സെറ്റ് 1ന്റെ ശ്രദ്ധിക്കുക. എന്തെങ്കിലും അതായത് സിംഗിൾ എലമെന്റ്സ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല കേട്ടോ. എപ്പോഴും ലിസ്റ്റ് അങ്ങനത്തെ ഐറ്ററബിൾ ആയിട്ടുള്ള ഒബ്ജക്ട്സേ പറ്റുള്ളൂ. പിന്നെ ഡിക്ഷണറി എന്ന് പറയുന്നത് കീ വാല്യൂ പെയേഴ്സ് ആണ്. സുഖമായിട്ട് ഐറ്റംസ്, കീസ്, വാല്യൂസ് നമ്മൾ ഏത് കീ കൊടുത്താൽ അതിന്റെ വാല്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ഗെറ്റ് എന്നുള്ള ഫംഗ്ഷൻ, അതുപോലെ പോപ്പും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ റിമെമ്പർ ഗെറ്റും പോപ്പും തമ്മിലുള്ള വ്യത്യാസം, ഗെറ്റ് ചേഞ്ച് ഒന്നും വരുത്തത്തില്ല ഡിക്ഷണറിയിൽ. പക്ഷെ പോപ്പ് ആ സംഭവത്തിനെ ഡിലീറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് എടുത്ത് തരുന്നത്. പിന്നെ dict1 നമ്മൾ ഡയറക്റ്റ്ലി നമുക്ക് ജസ്റ്റ് കീ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അത് എൻ്റർ ആവുകയും ചെയ്യും. അഡീഷനും വലിയ ഇഷ്യൂ ഇല്ല ഡിക്ഷണറി വെച്ചിട്ട്. നിങ്ങളുടെ പ്രോജക്റ്റിന് ഏത് തരത്തിലുള്ള സംഭവമാണോ വേണ്ടത് വെച്ചാൽ അങ്ങനത്തെ യൂസ് ചെയ്യാന്ന് പറയാം. എന്നാലും ഡിക്ഷണറി ഒന്ന് നോക്കി വെച്ചോളൂ. കാരണം ഡാറ്റ സയൻസിൽ മെയിൻ ആയിട്ട് ഇനി അങ്ങോട്ട് പാൻഡാസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ വരും. ആ സമയത്തൊക്കെ ഈ ഡിക്ഷണറിയുടെ ഈ കോൺസെപ്റ്റ് ഒക്കെ തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ബേസിക്കലി ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ പഠിച്ചെന്ന് വിചാരിക്കുന്നു. ഇനി കാണാം, അതുവരെ പ്രാക്ടീസ് ചെയ്യാം മാക്സിമം. എൻ്റേത് മാത്രമല്ല കുറേയൊക്കെ കാരണം
പ്രാക്ടീസ് ചെയ്യുക. എല്ലാവരും ഇത് റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഓർമ്മ നിൽക്കുള്ളൂ. അത്രേ. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വോട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ ലിസ്ണിങ്. ഹോപ്പ് യു ഹാഡ് എ നൈസ് ടൈം. എല്ലാവരും എന്തെങ്കിലും ഒന്ന് പഠിച്ചു എന്ന് വിചാരിക്കുന്നു. അത് മാക്സിമം ക്രിസ്പായിട്ട് വെക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ളൂ. ബാക്കി നിങ്ങൾ പഠിക്കുന്ന അറിയാം ബേസിക് കോൺസെപ്റ്റ്സ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായില്ലെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ. ബൈ ബൈ, സീ യു സൂൺ.